സ്പോട്ട് ലൈവ് തുടരുന്നു. പാതിവില തട്ടിപ്പ് കേസിൽ സംസ്ഥാന പോലീസിനെ മറികടന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ മിന്നൽ നീക്കം. പ്രതികളുടെ വീടുകളിലും ഓഫീസുകളിലും ഇഡി പരിശോധന ആരംഭിച്ചതോടെ റെയ്ഡുമായി ക്രൈംബ്രാഞ്ചും രംഗത്തെത്തി. മുഖ്യപ്രതികളായ അനന്തുകൃഷ്ണൻ, ആനന്ദ്കുമാർ, ലാലി വിൻസെന്റ് തുടങ്ങിയവരുടെ വീടുകളിലും ഓഫീസുകളിലും പരിശോധന നടത്തിയ സംഘം രേഖകൾ പിടിച്ചെടുത്തു. അതേസമയം ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർക്കെതിരെ കേസെടുത്തതിൽ സർക്കാരിനോട് ഹൈക്കോടതി വിശദീകരണം തേടി. ഒരാഴ്ചക്കകം വിശദീകരണം നൽകാനാണ് നിർദ്ദേശമുള്ളത്. നവമി ദിനേശും VV വിനോദും ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ആദ്യം നവമിയിലേക്കാണ്. നവമി, ഒരു വശത്ത് ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം നടക്കുന്നു ഈ പാതിവില തട്ടിപ്പ് കേസിൽ. അതിനിടെയാണ് ED ഒരു മിന്നൽ റെയ്ഡുമായി രംഗത്തെത്തിയത്. ഇന്ന് ഈ മുഖ്യപ്രതികളായ അനന്തുകൃഷ്ണൻ, ആനന്ദ്കുമാർ ഉൾപ്പെടെയുള്ളവരുടെ വീടുകളിലും ഓഫീസുകളിലും റെയ്ഡ് നടത്തുന്നു. എന്തൊക്കെ വിവരങ്ങളാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ശേഖരിക്കുന്നത്? ടോം, ഞാനിപ്പോൾ നിൽക്കുന്നത് ലാലി വിൻസെന്റിന്റെ വീട്ടിലാണ്. ഈ അനന്തുകൃഷ്ണന്റെ സ്ഥാപനത്തിന്റെ ഒരു അഭിഭാഷകയായി അല്ലെങ്കിൽ ഒരു അഡ്വൈസറായിട്ടാണ് ലാലി വിൻസെന്റ് പ്രവർത്തിച്ചിരുന്നത്. ഇതിന്റെ ഭാഗമായി അനന്തുകൃഷ്ണനിൽ നിന്ന് 45 ലക്ഷം രൂപ താൻ കൈപ്പറ്റിയിരുന്നു എന്നാണ് ലാലി വിൻസെന്റ് പറയുന്നത്. പക്ഷെ അത് അന്വേഷണ സംഘം മുഖവരയ്ക്കെടുത്തിട്ടില്ല. കാരണം 2 വർഷത്തിനിടയിൽ 45 ലക്ഷം രൂപ മാത്രമായിരിക്കുമോ ലാലി വിൻസെന്റ് കൈപ്പറ്റിയിട്ടുള്ളത്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ അനന്തുകൃഷ്ണൻ നടത്തിയിരിക്കുന്നത് കോടികളുടെ തട്ടിപ്പാണ്, വലിയ തട്ടിപ്പാണ്. അനന്തുകൃഷ്ണനുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരാൾ കൂടിയാണ് ലാലി വിൻസെന്റ്. അതുകൊണ്ട് അതിൽ കൂടുതൽ പണം ലാലി വിൻസെന്റിനും എത്താനുള്ളൊരു സാഹചര്യമില്ലേ? ഈ തട്ടിയെടുത്ത പണങ്ങളിലെ ഒരു പങ്ക് ലാലി വിൻസെന്റിന് കിട്ടാനുള്ളൊരു സാഹചര്യമുണ്ടോ എന്നിങ്ങനെ കാര്യങ്ങളാണ് ഇഡി പ്രധാനമായും അന്വേഷിക്കുന്നത്. ഇതിൽ കള്ളപ്പണ ഇടപാടുണ്ടോ, ബിനാമി ഇടപാടുകളുണ്ടോ, ഇക്കാര്യങ്ങളാണ് ഇഡി അന്വേഷിക്കുന്നത്. എന്തായാലും ഈ ചോദ്യം ചെയ്യൽ അല്ലെങ്കിൽ ഈ ഒരു റെയ്ഡ് 6 മണിക്കൂർ പിന്നിട്ടിരിക്കുന്നു. രാവിലെ 8 മണിയോട് ആരംഭിച്ച റെയ്ഡാണ്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ലാലി വിൻസെന്റ് ഫ്ളാറ്റിന് മുന്നിലാണ്. മറൈൻ ഡ്രൈവിലുള്ള ഫ്ളാറ്റിലെ 108ാമത്തെ ഫ്ളാറ്റിനുള്ളിലാണ്. ലാലി വിൻസെന്റും ഇവിടെയുണ്ട്, ഈ മുറിക്കുള്ളിലുണ്ട്. ഇവിടെ ഉദ്യോഗസ്ഥർ വിശദമായ ചോദ്യം ചെയ്യൽ, ഈ രേഖകൾ ശേഖരിക്കൽ അടക്കമുള്ള നടപടികളൊക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ രാവിലെയും ഉച്ചയ്ക്കുമൊക്കെ ആയിട്ട് ആഹാരവും ഉള്ളിലേക്ക് തന്നെ എത്തിക്കുന്നുണ്ട്. അങ്ങനെ ഒരു വിധത്തിലും പുറത്തേക്ക് പോകാൻ കഴിയാതെ അല്ലെങ്കിൽ ആരെയും ഉള്ളിലേക്ക് പ്രവേശിപ്പിക്കാതെ ഉള്ള കൃത്യമായിട്ടുള്ളൊരു ചോദ്യം ചെയ്യലും അല്ലെങ്കിൽ തെളിവ് ശേഖരണവുമാണ് ഇപ്പോൾ ഈ ഇഡിയുടെ ഭാഗത്ത് നിന്നും നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ലാലി വിൻസെന്റ് തുടക്കത്തിൽ തന്നെ പറഞ്ഞിരുന്നു, ഈ അനന്തുകൃഷ്ണൻ താനുമായി അടുത്ത് നിൽക്കുന്ന ഒരു തന്റെ മകനെ പോലെ ഉള്ളൊരു വ്യക്തിയാണ്. ഈ അനന്തു ഇത്രയും വലിയൊരു തട്ടിപ്പ് നടത്തത്തില്ല എന്നൊക്കെ ലാലി വിൻസെന്റ് പറയുന്നുണ്ടെങ്കിൽ പോലും പോലീസും പിന്നീട് ക്രൈംബ്രാഞ്ചും കണ്ടെത്തിയിരിക്കുന്ന റിപ്പോർട്ടുകളിൽ പറയുന്ന, അല്ലെങ്കിൽ ഇന്നലെ അടക്കം കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിലെല്ലാം കൃത്യമായി പറയുന്നുണ്ട്, അനന്തുകൃഷ്ണന്റെ അക്കൗണ്ടുകളിൽ അനധികൃതമായി പണം കണ്ടെത്തിയിട്ടുണ്ട്. ഈ തട്ടിയെടുത്ത പണം, അതായത് ഈ പാവപ്പെട്ടവരിൽ നിന്നും പാതി വിലയ്ക്ക് സാധനം എന്ന് പറഞ്ഞുകൊണ്ട് തട്ടിയെടുക്കുന്ന പണമെല്ലാം അനന്തുകൃഷ്ണന്റെ സ്വന്തം അക്കൗണ്ടുകളിലും പിന്നെ സ്ഥാപനത്തിന്റെ അക്കൗണ്ടുകളിലും ഒക്കെ ആയിട്ടാണ് എത്തിയിരിക്കുന്നതെന്ന് കൃത്യമായി പറയുന്നുണ്ട്. പക്ഷെ അതിൽ പകുതിയും തുക എവിടെയാണെന്ന് കണ്ടെത്താനും കഴിഞ്ഞിട്ടില്ല. ഈ രേഖകൾ ഇന്നലെ ക്രൈംബ്രാഞ്ച് കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നത്, ഈ രേഖകളിൽ പകുതിയും, അതായത് ഈ പണത്തിന്റെ സോഴ്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിലെ രേഖകളായിക്കോട്ടെ, ഇതെല്ലാം കടത്തിയിരിക്കുന്ന നിലയിലാണ്, അല്ലെങ്കിൽ ഇതെല്ലാം കാണാത്ത രീതിയിലാണ്, ഇതെല്ലാം കടത്തിക്കൊണ്ടുപോയിരിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ ഇഡിയുടെ ഈ ഒരു അന്വേഷണം അല്ലെങ്കിൽ ഈ ഒരു പരിശോധന ഏറെ നിർണായകം കൂടിയാണ്. കൃത്യമായിട്ടുള്ള തെളിവുകൾ ശേഖരിക്കുക, ലാലി വിൻസെന്റിന് എത്ര രൂപയാണ് അനന്തുകൃഷ്ണൻ കൈമാറിയത്, മറ്റേതെങ്കിലും തരത്തിലുള്ള അക്കൗണ്ടുകളിലേക്കൊക്കെ ലാലി വിൻസെന്റ് അക്കൗണ്ടുകളിലേക്ക് പണം എത്തിയിട്ടുണ്ടോ, അങ്ങനെ നിരവധി കാര്യങ്ങളാണ് ഇഡി പ്രധാനമായും അന്വേഷിക്കുന്നത്. എന്തായാലും 6 മണിക്കൂർ ഇപ്പോൾ ഈ ഒരു പണം എവിടേക്ക് എത്തി, അതായത് തട്ടിപ്പോണ 1000 കോടിയോളം രൂപയുടെ തട്ടിപ്പ് ഈ പാതിവില തട്ടിപ്പ് കേസിൽ നടന്നിട്ടുണ്ട് എന്നാണ് പ്രാഥമികമായിട്ടുള്ള നിഗമനം. അതോടുകൂടിയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും കളത്തിലിറങ്ങിയിരിക്കുന്നത്. കൊച്ചിക്ക് പിന്നാലെ തിരുവനന്തപുരത്തും റെയ്ഡ് നടക്കുന്നുണ്ട്. VV വിനോദ് ചേരുന്നു വിവരങ്ങളുമായി. വിനോദ്, തിരുവനന്തപുരത്ത് ആനന്ദ്കുമാറിന്റെ പ്രധാനപ്പെട്ട വീടുകളിലും ഓഫീസുകളിലൊക്കെ റെയ്ഡ് ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ഇഡിയുടെ ഈ റെയ്ഡ് ഇപ്പോഴും തുടരുകയാണോ? ടോം, രാവിലെ 8:30 മണിക്കാണ് റെയ്ഡ് ആരംഭിച്ചത്. ആനന്ദകുമാറിൻ്റെ വീട്ടിലും ചേർന്നുള്ള ഓഫീസിലും അതോടൊപ്പം തന്നെ തോന്നയ്ക്കൽ സായി ഗ്രാമമുണ്ട്. ആനന്ദകുമാറിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന സ്ഥലമാണ്. ഇവിടങ്ങളിലെല്ലാം തന്നെ പരിശോധന നടക്കുന്നുണ്ട്. ഇഡിയുടെ 2 സംഘമാണ് എത്തിയത്. കൊച്ചിയിൽ നിന്നും കോഴിക്കോട്ട് നിന്നുമുള്ള സംഘങ്ങൾ. നേരത്തെയൊക്കെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരുപക്ഷെ ഈ ഭരണ പ്രതിപക്ഷ പാർട്ടികൾ ഇതുവരെ കാര്യമായി ഈ കാര്യത്തിൽ ഒരു പ്രതികരണം നടത്തിയിട്ടില്ല. BJP നേതാക്കളുടെ ഭാഗത്തു നിന്നും വലിയ തോതിൽ ഒരു ഇടപെടൽ ഉണ്ടായിരുന്നില്ല.
പ്രത്യേകിച്ച് നിയമസഭയിൽ ഒരു സബ്മിഷനായി ഇത് ഉന്നയിക്കേണ്ടിരുന്നതാണ്. പക്ഷേ ഈ സബ്മിഷൻ ഉന്നയിക്കുന്നതിന് തൊട്ട് മുൻപ് ഭരണപ്രതിപക്ഷാംഗങ്ങൾ തമ്മിൽ തർക്കമുണ്ടാകുകയും സഭ പ്രതിപക്ഷം ബഹിഷ്കരിക്കുകയും ചെയ്തിരുന്നു. അതായത് സഭയ്ക്കകത്തോ പുറത്തോ ഈ വലിയൊരു തട്ടിപ്പ് 500 കോടി രൂപയ്ക്ക് മുകളിൽ ഇതുവരെ കണ്ടെത്തിയിട്ടുണ്ട്. ഇങ്ങനെ ഒരു കേരളം കണ്ട ഏറ്റവും വലിയൊരു സാമ്പത്തിക തട്ടിപ്പ് സഭയ്ക്കകത്തോ പുറത്തോ രാഷ്ട്രീയ വിഷയമായി വരാത്തൊരു സാഹചര്യമുണ്ട്. അവിടെയാണ് ഈ ക്രൈംബ്രാഞ്ചിൻ്റെ നടപടികളും സംശയ നിഴലിലാകുന്നത്. ഇന്ന് ആനന്ദകുമാറിൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കേണ്ടതായിരുന്നു. പക്ഷേ പോലീസ് റിപ്പോർട്ട് എത്താത്ത സാഹചര്യത്തിൽ 27ലേക്ക് ഇത് മാറ്റിയിട്ടുണ്ട്. അതായത് ആനന്ദകുമാർ കാലങ്ങളായി നേടിയെടുത്തൊരു വിശ്വാസ്യതയുണ്ട്. ഈ ജീവകാരുണ്യ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് നടത്തിയ ഇടപാടുകൾ അതിലെല്ലാം തന്നെ എന്തെങ്കിലും ദുരൂഹതയുണ്ടോ എന്ന സംശയം ബലപ്പെടുത്തുന്ന തരത്തിലാണ് ഇപ്പോൾ ഈ രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്തു നിന്നുള്ള ഇടപെടൽ ഉണ്ടാകുന്നത്. ഒരു തരത്തിലും ആനന്ദകുമാറിലേക്ക് കാര്യങ്ങൾ എത്താത്ത തരത്തിൽ, അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാത്ത തരത്തിലാണ് ഇതുവരെ നടപടി ഉണ്ടായത്. എന്നാൽ ED ഇപ്പോൾ രേഖകളെല്ലാം പലയിടങ്ങളിലായി കണ്ടെത്താൻ തുടങ്ങിയതോടുകൂടി ക്രൈംബ്രാഞ്ചും ഒരു വശത്ത് അന്വേഷണം നടത്തുന്നുണ്ട്. അതായത് സമാന്തരമായ അന്വേഷണം ഒരേ കാര്യത്തിൽ നടക്കുന്നു എന്നതാണ്. കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം ഒരു ഭാഗത്ത്, ക്രൈംബ്രാഞ്ചിൻ്റെ അന്വേഷണം മറ്റൊരു ഭാഗത്ത്. സംസ്ഥാന ഏജൻസിയാണ്. ഈ തരത്തിൽ രണ്ടുപേരും അന്വേഷണം നടത്തുന്ന ഒരു കാര്യമാണ്. പക്ഷേ ED വരുമ്പോഴും നമുക്ക് EDയുടെ ഈ ആവേശത്തെ അത്ര കണ്ട് വിശ്വസിച്ച് മുന്നോട്ട് പോകാൻ കഴിയുമോ എന്ന ഒരു കാര്യം കൂടി സംശയമായി നിലനിൽക്കുന്നുണ്ട്. കാരണം കരുവന്നൂരിലെ ഈ തട്ടിപ്പ് വന്നപ്പോൾ തിരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപുള്ള സമയമായിരുന്നു. അവിടെ ED കാണിച്ച കാര്യങ്ങളെല്ലാം കേരളീയ ജനസമൂഹം കണ്ടതാണ്. സുരേഷ് ഗോപിയുടെയൊക്കെ പ്രഖ്യാപനം കണ്ടതാണ്. പക്ഷേ ആ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടുകൂടി അന്വേഷണം എവിടെ എത്തി എന്ന ചോദ്യം ബാക്കിയാകുന്നുണ്ട്. ഈ ഏജൻസികളെല്ലാം തന്നെ ഈ സംവിധാനത്തിന് മുകളിൽ, കോൺഫെഡറേഷന് മുകളിൽ, അല്ലെങ്കിൽ ഈ സായി ഗ്രാമം എന്ന ഈ ആനന്ദകുമാറിൻ്റെ ട്രസ്റ്റിന് മുകളിൽ ഒരു സമ്മർദ്ദ ശക്തിയായി മാറാൻ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ അങ്ങനെ ഒരു നീക്കം നടത്തുന്നു എന്നതിനപ്പുറത്തേക്ക് ഈ തട്ടിച്ച പണം എവിടെ പോയി, അത് ആരുടെ കൈകളിലെത്തി, അത് എന്തിനു നൽകി, ഈ അക്കൗണ്ടുകളുടെ പരിശോധന തുടങ്ങിയ കാര്യങ്ങളിൽ എത്രമാത്രം വേഗത്തിൽ ഇതുവരെ നടപടി ഉണ്ടായി എന്ന് ചോദിച്ചാൽ മെല്ലെപ്പോക്കെന്ന് മാത്രമേ പറയാൻ കഴിയൂ. അത് ആനന്ദകുമാറിന് എല്ലാ വിനോദ്, ഈ കേസ് പരിശോധിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഈ പാതിവില തട്ടിപ്പ് കേസിൽ പ്രധാനമന്ത്രിയുടെ ചിത്രമടക്കം ഇവർ തട്ടിപ്പിന് വേണ്ടി ഉപയോഗിച്ചു എന്നായിരുന്നു തുടക്കം മുതൽ പുറത്തു വന്ന വിവരങ്ങൾ. നമ്മൾ അതിന്റെ തെളിവുകളടക്കം നേരത്തെ പുറത്തു വന്നതാണ്. അതുകൊണ്ടാണോ EDയുടെ ഈ രീതിയിലുള്ള ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്? അതോ ഈ ക്രൈംബ്രാഞ്ച് പല ഉന്നതരെയും സംരക്ഷിക്കാൻ ക്രൈംബ്രാഞ്ച് നീക്കം നടത്തുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിലാണോ ED അതിവേഗത്തിൽ കേസെടുക്കുകയും ഇത്തരത്തിലൊരു റെയ്ഡ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്കും കടന്നത്? ടോം, ഈ ഒറ്റ നോട്ടത്തിൽ ഇത് കേസ് തെളിയിക്കാനുള്ള ഒരു വ്യഗ്രതയായൊന്നും കാണാൻ കഴിയുന്നില്ല. മറിച്ച് ഇത് രണ്ട് ഏജൻസികൾ ഈ സംവിധാനത്തിന് മുകളിൽ ഒരു സമ്മർദ്ദ ശക്തിയായി മാറുന്നു. ആർക്കെങ്കിലും എന്തെങ്കിലും ഇടപാടുണ്ടെങ്കിൽ അവരെ ഭയപ്പെടുത്താൻ വേണ്ടിയുള്ള ഒരു നീക്കം നടത്തുന്നു. അത് ഒരു വശം. ആനന്ദകുമാറിനെ എന്തുകൊണ്ട് ക്രൈംബ്രാഞ്ച് ഇതുവരെ അറസ്റ്റ് ചെയ്തില്ല? അവിടെ ഒരു സോഫ്റ്റ് കോർണർ വർക്ക് ചെയ്യുന്നുണ്ട് എന്ന ആരോപണം അത് ശക്തമായി നിൽക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് വിവിധ കേസുകളിൽ ഇപ്പോൾ അനന്തു കൃഷ്ണൻ എന്ന 27-കാരൻ ഒറ്റയ്ക്കാണോ ഈ തട്ടിപ്പ് നടത്തിയത്? വിശ്വസിക്കാൻ പ്രയാസമാണ്. 500 കോടിക്ക് മുകളിൽ ഒരു സംവിധാനം, ഈ NGO കോൺഫെഡറേഷൻ എന്ന് പറയുന്ന ഒരു ശൃംഖല തന്നെ സൃഷ്ടിച്ചത് അനന്തു കൃഷ്ണൻ ഒറ്റയ്ക്കല്ല. അത് ആനന്ദകുമാർ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തിൻ്റെ NGOയ്ക്ക് കീഴിൽ ഈ സംസ്ഥാനത്തെ ചെറിയ ചെറിയ ട്രസ്റ്റുകളെയും ചാരിറ്റബിൾ സൊസൈറ്റികളെയും ഒക്കെ കൂടെ ചേർത്ത് ഉണ്ടാക്കിയ ഒരു കോൺഫെഡറേഷനാണ്. ആ കോൺഫെഡറേഷനിലെ അംഗങ്ങളെയാണ് ഈ പിരിവിന് വേണ്ടി കോർഡിനേറ്റർമാരായി നിയോഗിച്ചത്. അവരാണ് നാട് നീളെ നടന്ന ആളുകളിൽ നിന്ന് പണം പിരിച്ചത്. 55,000 രൂപ പിരിച്ചു കൊടുക്കുമ്പോൾ അതിൽ 5,500 രൂപ ഇവർക്ക് കമ്മീഷനായി ലഭിക്കുമെന്ന ഉറപ്പ് നൽകിയാണ് ഇങ്ങനൊരു പിരിവ് നടത്തിയത്. എങ്ങനെയാണ് ഈ കോൺഫെഡറേഷൻ രൂപീകരിച്ചതെന്ന് കൂടി നമുക്ക് പരിശോധിക്കാം. അതായത് ഇപ്പോൾ ഗ്രാമീണ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ചെറിയ ചാരിറ്റബിൾ സൊസൈറ്റികളുണ്ട്, അല്ലെങ്കിൽ അങ്ങനെയുള്ള സംഘങ്ങളുണ്ട്. അവിടെ 4 or 5 അന്തേവാസികളുണ്ടാകും, വയസ്സായ ആളുകൾ, അല്ലെങ്കിൽ ഒരു 5 or 10 കുട്ടികൾക്ക് പഠനസഹായം നൽകുന്നൊരു സംവിധാനം. അവർക്ക് വലിയ തോതിൽ ഫണ്ട് കണ്ടെത്താൻ കഴിയില്ല. ഇവർക്കുള്ള ഭക്ഷണത്തിനോ പഠനത്തിനുമുള്ള തുക കണ്ടെത്താൻ പ്രയാസമാണ്. അവിടെയാണ് ഒരു വാഗ്ദാനമായി വരുന്നത്, ഞങ്ങൾ വലിയ സംവിധാനമാണ്, സായി ഗ്രാമം പോലെ ഏറ്റവും വലിയൊരു സംവിധാനമാണ്, ഒരു കോൺഫെഡറേഷൻ, അതായത് ഇത്തരം സംഘടനകളുടെ ഒരു കൂട്ടായ്മ ഒരു കുടക്കീഴിലേക്ക് ഇവരെ കൊണ്ടുവരുന്നു. അതിൻ്റെ നേതൃസ്ഥാനത്തേക്ക് സായി ഗ്രാമം വരുന്നു. അതിൻ്റെ ആജീവനാന്ത രക്ഷാധികാരിയായി ആനന്ദകുമാർ വരികയും ചെയ്യുന്നു. അദ്ദേഹം ആ സ്ഥാനം ഒഴിഞ്ഞുവെന്നാണ് കഴിഞ്ഞ ദിവസം അന്വേഷണ സംഘത്തോട് പറഞ്ഞത്. എന്നാൽ ഇപ്പോഴും അദ്ദേഹം അതിൽ തുടരുന്നുവെന്ന് അന്വേഷണ സംഘം കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഒരു ശൃംഖല സൃഷ്ടിക്കുകയും
ഇതിലെ അംഗങ്ങൾ അല്ലെങ്കിൽ ഈ നാട് നീളെ ഇവർക്ക് ഈ തരത്തിൽ പണം പിരിക്കാനുള്ള സംവിധാനമില്ല. ഇവരുടെ കീഴിലേക്ക് ഈ ട്രസ്റ്റുകളെല്ലാം കൊണ്ടുവരികയും ആ ട്രസ്റ്റുകൾ ഇവരിൽ നിന്ന് സഹായം കിട്ടുമെന്ന പ്രതീക്ഷയോടെ അല്ലെങ്കിൽ 5500 രൂപ ഒരു സ്കൂട്ടറിന് കമ്മീഷൻ കിട്ടുമെന്ന പ്രതീക്ഷയോടുകൂടി നാട്ടിലെ ആളുകളിൽ നിന്ന് മുഴുവൻ പണം പിരിക്കുന്നു. മാത്രമല്ല തിരുവനന്തപുരം പ്രസ് ക്ലബ്ബ് പോലും ഒരു ധാരണാപത്രം ഒപ്പിടുകയാണ്. ആ ധാരണാപത്രം ഒഴിവാക്കിയതായി ഒരു അറിയിപ്പായി രേഖാമൂലം ഇതുവരെ തിരുവനന്തപുരം പ്രസ് ക്ലബിൻ്റെ ഭാഗത്ത് നിന്നൊരു അറിയിപ്പുണ്ടായിട്ടില്ല. ഏതാണ്ട് 150-നടുത്ത് പത്രപ്രവർത്തകരെ, മാധ്യമപ്രവർത്തകരെ ഉൾക്കൊള്ളിച്ചുള്ള ഒരു പട്ടിക തിരുവനന്തപുരം പ്രസ് ക്ലബ്ബ് ഔദ്യോഗികമായി പുറത്തിറക്കുകയും ചെയ്തു. വലിയ ക്ഷേമ പ്രവർത്തനമായാണ് ഇതിനെ കൊട്ടിഘോഷിച്ച് മാധ്യമപ്രവർത്തകർക്കിടയിൽ കൊണ്ടുവന്നത്. BJP നേതാവായ AN രാധാകൃഷ്ണൻ്റെ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞത് തിരുവനന്തപുരത്തെ മാധ്യമ സമൂഹം ഇതിനൊപ്പം നിൽക്കുന്നു എന്ന് കണ്ടാണ് ഇതിൽ വിശ്വസിച്ച് ഞങ്ങൾ ഇറങ്ങിയതെന്നാണ്. അതായത് പ്രസ് ക്ലബ്ബുമായി ഉണ്ടാക്കിയ ധാരണാപത്രം ഇതിനൊരു മറയാക്കി ആ ചിത്രങ്ങൾ പോലും ഈ തട്ടിപ്പിന് ഉപയോഗിച്ചു. മാധ്യമപ്രവർത്തകർ വരുമ്പോൾ അതിന് വലിയ വിശ്വാസ്യതയും സ്വീകാര്യതയും ലഭിക്കും. ഈ തട്ടിപ്പുകാർ അതുപോലും വളരെ ഫലപ്രദമായി ഉപയോഗിച്ചു. പക്ഷേ തിരുവനന്തപുരം പ്രസ് ക്ലബിൻ്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു തട്ടിപ്പിന് കളമൊരുക്കി എന്ന് പറഞ്ഞൊരു പരാതി പോലും പോയിട്ടില്ല. അവിടെയാണ് കഴിഞ്ഞ ദിവസം MV ഗോവിന്ദൻ പറഞ്ഞത് മാധ്യമപ്രവർത്തകരാരെങ്കിലും ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ആ സംവിധാനങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതെല്ലാം പരിശോധിക്കുമെന്ന് പറയുന്നുണ്ട്. ഏതായാലും ED വന്നു. സംശയ നിഴലിലുള്ളവരുടെ മുഴുവൻ അക്കൗണ്ട് പരിശോധിക്കേണ്ട ആവശ്യകത കൂടി ഉണ്ട്. ടോം, തീർച്ചയായും അതൊക്കെ പരിശോധിക്കേണ്ട വിഷയമാണ്. ഇതിൽ എത്ര ഉന്നതരുണ്ടായാൽ പോലും അത് ആരൊക്കെയാണ് ആരോപണ വിധേയർ പ്രതിപട്ടികയിൽ ഒരുപക്ഷെ കൂടുതൽ ആളുകളുടെ പേര് വരുമായിരിക്കുമോ? ഇക്കാര്യങ്ങളൊക്കെ എന്തായാലും അന്വേഷണ സംഘം തന്നെയാണ് തീരുമാനിക്കേണ്ടത്. കാരണം പലരെയും രക്ഷിക്കാൻ വേണ്ടിയുള്ള നീക്കങ്ങൾ ഉണ്ടാകുന്നുണ്ടെന്ന് പറയുന്നു. ഈ കേസ് അട്ടിമറിക്കാൻ അല്ലെങ്കിൽ ഉന്നതരിലേക്ക് അന്വേഷണം എത്താതിരിക്കാനുള്ള നീക്കങ്ങൾ, പല രീതിയിലുള്ള രാഷ്ട്രീയ സമ്മർദ്ദമൊക്കെ ഒരുപക്ഷെ ഈ കേസിൽ ഉണ്ടാകാം. എന്തായാലും കേസെടുത്തെങ്കിലും ഇതുവരെയും ഈ ആനന്ദ്കുമാറിനെ ചോദ്യം ചെയ്യാൻ പോലും ക്രൈംബ്രാഞ്ച് തയ്യാറായിരുന്നില്ല. ഇതോടെയാണ് ക്രൈംബ്രാഞ്ച് സംഘവും, അതായത് ED എത്തിയതോടെയാണ് ക്രൈംബ്രാഞ്ച് സംഘവും ഉണർന്നത്. അനന്തകൃഷ്ണന്റെ സോഷ്യൽ ബി വെഞ്ചേഴ്സ് എന്ന കമ്പനിയിൽ ക്രൈംബ്രാഞ്ച് സംഘം ഇന്ന് റെയ്ഡ് നടത്തുകയും ചെയ്തു. നവമി ദിനേശിലേക്ക്. നവമി, EDയുടെ റെയ്ഡിന് പരിശോധനയ്ക്കൊപ്പം ഈ ക്രൈംബ്രാഞ്ചിന്റെ പരിശോധന, അന്വേഷണവും ഈ കേസിൽ ഇപ്പോൾ എങ്ങനെയാണ് നീങ്ങുന്നത്? ടോം, 2 ദിവസത്തെ കസ്റ്റഡിക്കാണ് ഇന്നലെ കോടതി ക്രൈംബ്രാഞ്ചിന് വിട്ടിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇന്നും നാളെയുമായിട്ട് എത്രയും വേഗം തെളിവെടുപ്പ് അടക്കമുള്ളവ പൂർത്തിയാക്കിയതിനു ശേഷം, അല്ലെങ്കിൽ ചോദ്യം ചെയ്യൽ, പരിശോധന അടക്കമുള്ളവ പൂർത്തിയാക്കിയതിനു ശേഷം അന്വേഷണ സംഘത്തിന് അനന്തകൃഷ്ണനെ വിട്ടുകൊടുക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഇന്ന് എത്രയും വേഗത്തിലേക്ക് കൂടുതൽ തെളിവുകൾ ശേഖരിക്കുന്നതിന്റെ ഭാഗമായി ഇന്ന് കടവന്ത്രയിലുള്ള അനന്തകൃഷ്ണന്റെ ഓഫീസിലെത്തി ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ അവിടെ പരിശോധന നടത്തി. ഇനി ഏതൊക്കെ രേഖകളാണ് അവിടെ നിന്ന് ലഭിച്ചതെന്ന് അടക്കമുള്ള കാര്യങ്ങൾ നമുക്ക് വരും മണിക്കൂറിൽ മാത്രമേ അറിയാൻ കഴിയുകയുള്ളൂ. എന്തായാലും ഇന്നലെ കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ട് അനുസരിച്ച് 21 അക്കൗണ്ടുകളാണ് അനന്തകൃഷ്ണനുള്ളത്. ഇതിലൊക്കെ കോടികളുടെ സ്വത്ത് വകകൾ അല്ലെങ്കിൽ കോടികളുടെ അക്കൗണ്ടുകളിലേക്ക് എത്തിയിട്ടുണ്ടെന്നും അന്വേഷണ സംഘം കണ്ടെത്തുകയും ചെയ്തിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ ഇനി വിശദമായ ചോദ്യം ചെയ്യൽ ആവശ്യമാണ്. അനന്തകൃഷ്ണൻ ഒറ്റയ്ക്കാണ് ഇത്രയും വലിയൊരു തട്ടിപ്പ് നടത്തിയതെന്ന് ഇപ്പോഴും അന്വേഷണ സംഘം വിശ്വസിച്ചിട്ടില്ല. പക്ഷേ പ്രമുഖരായിട്ടുള്ള ആളുകളിലേക്ക് അല്ലെങ്കിൽ ചില രാഷ്ട്രീയ നേതാക്കളിലേക്കൊക്കെ അന്വേഷണം തുടക്കത്തിൽ നീണ്ടുവെങ്കിലും പിന്നീട് അവരുടെയൊക്കെ പേര് അപ്രത്യക്ഷമാകുന്ന സാഹചര്യമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇനിയുള്ള ചോദ്യം ചെയ്യൽ അല്ലെങ്കിൽ 2 ദിവസത്തെ അനന്തകൃഷ്ണന്റെ വിശദമായ ചോദ്യം ചെയ്യലിലൊക്കെ നിർണായകമായിട്ടുള്ള വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ശേഖരിച്ചേ മതിയാകൂ. ഒപ്പം ഈ പരാതിക്കാരായിട്ടുള്ള ആളുകളിൽ നിന്നും വിശദമായിട്ടുള്ള മൊഴിയെടുക്കേണ്ടതുണ്ട്. അവർ എത്ര രൂപ കൈപ്പറ്റി, ആരുടെ അക്കൗണ്ടുകളിലേക്കാണ് ഈ പണം കൊടുത്തത് അടക്കമുള്ള കാര്യങ്ങൾ ശേഖരിക്കേണ്ടിയിരിക്കുന്നു. അത് അന്വേഷണ സംഘത്തെ സംബന്ധിച്ച് വെല്ലുവിളിയാണ്. കാരണം 1000-ലധികം പരാതിയുണ്ട്. ഇവരെ എല്ലാവരെയും വിശദമായി മൊഴിയെടുക്കുക എന്ന് പറയുമ്പോൾ അല്പം ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകളെ മാത്രം മൊഴിയെടുത്താൽ മതി എന്നൊരു നിഗമനത്തിലാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു തീരുമാനത്തിലേക്കാണ് അന്വേഷണ സംഘം എത്തി നിൽക്കുന്നത്. മറ്റൊന്ന്, ഈ കേസുമായി ബന്ധപ്പെട്ട് ഏറെ നിർണായകമായി നിൽക്കുന്നതാണ് ഇടനിലക്കാരായി പ്രവർത്തിച്ച ആളുകൾ. ഈ AN രാധാകൃഷ്ണനെ പോലെ തന്നെ നിരവധി ആളുകൾ ഇതിൽ ഇടനിലക്കാരായൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ട്. ഈ സീഡ് സൊസൈറ്റി അടക്കമുള്ളതിൽ ഒക്കെ ഈ അനന്തകൃഷ്ണന്റെ പണം ആളുകളിൽ നിന്നും വിശ്വസിച്ച്, അല്ലെങ്കിൽ ഈ പാതി വിലയ്ക്ക് സാധനം വാങ്ങി നൽകാം എന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് ഇടനിലക്കാരായി നിൽക്കുന്നവരുണ്ട്. അവരെ ഏത് വിധേനയാണ് ഈ കേസിൽ ഉൾപ്പെടുത്തേണ്ടതെന്നുള്ള ഒരു സംശയത്തിൽ കൂടി അന്വേഷണ സംഘം എത്തി നിൽക്കുന്നുണ്ട്. കാരണം ഇവർക്ക് കൂടുതലായിട്ടുള്ള തട്ടിപ്പ് തുക ഇവർക്ക് ലഭിച്ചിട്ടില്ല എന്നാണ് അന്വേഷണ സംഘം വിശ്വസിക്കുന്നത്. കാരണം ഇവർ ഇടനിലക്കാരായി മാത്രമാണ് നിൽക്കുന്നത്. ഇവർക്കൊരു സർവീസ് ചാർജ് എന്ന നിലയിൽ മാത്രമായിരിക്കും ഇവർ പണം കൈപ്പറ്റിയിട്ടുള്ളത്. അങ്ങനെ
അങ്ങനെയാണെങ്കിൽ അനന്തകൃഷ്ണനെ മാത്രം പ്രതിയാക്കിയാൽ മതിയോ, കൂടുതൽ ആളുകളിലേക്കൊക്കെ നീളേണ്ടതുണ്ടോ എന്നൊരു സംശയം കൂടി നിൽക്കുന്നുണ്ട്. അത് അനന്തകൃഷ്ണനെ വിശദമായി ചോദ്യം ചെയ്തതിനു ശേഷം മാത്രമേ അന്വേഷണ സംഘത്തിൽ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുകയുള്ളൂ. തിരുവനന്തപുരത്ത് നിന്ന് വി വിനോദുമാണ് വിവരങ്ങൾ നൽകിയത്. ഒരേ സമയം ഈ പാതിവില തട്ടിപ്പ് കേസിൽ ക്രൈംബ്രാഞ്ചിന്റെയും ഇഡിയുടെയും അന്വേഷണം പുരോഗമിക്കുകയാണ്. വിവിധയിടങ്ങളിൽ കൊച്ചിയിലും തിരുവനന്തപുരത്തുമായി പ്രതികളുടെ വീടുകളിലും ഓഫീസുകളിലും ഇഡിയും ക്രൈംബ്രാഞ്ചും റെയ്ഡ് നടത്തി.